അപ്പോളേ എല്ലാവർക്കും സോപ്പ് സ്റ്റുഡിയോ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഗ്ലിസറിൻ്റെ ബേസ് വെച്ചിട്ടാണ്, ക്ലിയർ ബേസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ചേർക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുതിനേര ഓയിൽ ചേർക്കുന്നുണ്ട്, അതേപോലെ അലവേരയുടെ ഓയിൽ ചേർക്കുന്നുണ്ട്, ഓറഞ്ചിൻ്റെ ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ മൂന്നും എങ്ങനെയാണ് നമ്മൾ ബേസിൽ ചേർക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 1 കിലോ ബേസിലേക്കാണെങ്കിൽ 50 മില്ലി 50 മില്ലി നമ്മൾ മൊത്തത്തിൽ ചേർക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ആയിട്ട് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലേക്ക് 25 മില്ലി ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് അതിൽ ചേർക്കേണ്ടത് കളർ ചേർക്കണം, പിന്നെ സ്മെല്ല് ചേർക്കണം, പിന്നെ വൈറ്റമിൻ ഇ. ഓക്കെ, ഈ 4 കൂട്ടങ്ങൾ കൂട്ടിയിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ബേസ് ഉണ്ടാക്കിയ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എല്ലാവരും കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർ മെസ്സേജ് ഇപ്പോഴും വിട്ടിട്ടില്ല. എല്ലാവരും അറിയുന്ന ആൾക്കാരാവും. അപ്പോൾ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടെ, ഞാൻ മൊത്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് മനസ്സിലാവത്തുണ്ടെങ്കിൽ. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതായത് അതുണ്ടാക്കാനുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ തന്നെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ, അപ്പോൾ ഞാൻ നിങ്ങൾക്കത് അയച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ സോപ്പിൻ്റെ ബേസ്, കളറ്, അതേപോലെ അതിൻ്റെ ഫ്രാഗ്രൻസ്, എന്ത് ആവശ്യമുണ്ടെങ്കിലും സോപ്പ് സംബന്ധമായി എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ മെയിൻ സാധനമാണ് ഒരു മെഷർമെൻറ്റ് നോക്കാൻ ഒരു വെയിങ് മെഷീൻ എടുക്കുക. അപ്പോൾ നമ്മളൊരു 1/2 കിലോ ബേസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കിത് കട്ട് ചെയ്യാം. നമ്മളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസുകളാക്കാം, അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവും. നമ്മൾ ചെയ്ത ഡബിൾ ബോയിൽ സിസ്റ്റമാണ്. നമ്മുടെ ബേസ് ഇറക്കി വയ്ക്കുക, ഓണാക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ 25 മില്ലി നമുക്ക് ഓയിൽ വേണ്ടു. അപ്പോൾ നമുക്ക് നമ്മൾ ബീക്കറിൻ്റെ ഇത്ര 20 കഴിഞ്ഞിട്ട് ഒരു നൂലും കൂടി മുകളിലുണ്ട്. ഓക്കെ, ഗ്ലാസ് ബീക്കറിൻ്റെ ഇത് 20-40 ഇടയിൽ ഉള്ളത് 25. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഏകദേശം ഒരു 8 മില്ലി വരുന്ന മാതിരി എടുക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓറഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളടുത്ത് അലവേരയുടെ എടുക്കുക. ഓറഞ്ച് നല്ല കളറാട്ടോ. ഇനി നമ്മുടെ പുതിന ചേട്ടാ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് മെഡിമിക്സിൻ്റെ സ്മെല്ലാട്ടോ. അളവുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം കേട്ടോ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് മെൽറ്റായിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒഴിക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള എണ്ണ എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ ഏതൊക്കെയാണ് ഓറഞ്ചിൻ്റെ, പുതിനേരെ, അതേപോലെ അലവേരരെ, ആ 3 എണ്ണകൾ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അതിട്ട് നമുക്ക് അതിൽ ചേർക്കാനുള്ളത് വൈറ്റമിൻ ഇ ആയിട്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 2-3 ഡ്രോപ്സ് ഗ്ലിസറിൻ ബേസ് തന്നെയാണ്. ഗ്ലിസറിൻ വേണേ ചേർക്കാം, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരു 2 ഡ്രോപ്സ് ചേർക്കും, 2-3 ഡ്രോപ്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നിർബന്ധമില്ല, നമ്മൾ ഗ്ലിസറിൻ്റെ ബേസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക, കളർ ആഡ് ചെയ്യുക. സോപ്പ് കാണാൻ ഭംഗി വേണ്ടേ. 2-3 കേട്ടോ. ഫ്രാഗ്രൻസ് ഓയിൽ വേണം, നമ്മളത് മെഡിമിക്സ്. അപ്പോൾ നമ്മൾ 2 മൂടി ഒഴിക്കുക കേട്ടോ. അങ്ങനെ നല്ല സ്മെല്ലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സോപ്പിന് സ്മെല്ല് കുറയും. ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു, ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് വേണ്ടത് എന്നിട്ടാ മോൾഡ് എടുത്ത് വയ്ക്കുക. മോൾഡ് എടുത്ത് വയ്ക്കുക. നമ്മുടെ റബ്ബിങ് ആൽക്കഹോളില്ലേ, അത് 2 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ് നമ്മുടെ മോൾഡിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക. ഇത്രയുള്ള പണി സോപ്പ് ഉണ്ടാക്കാൻ. സോപ്പ് ബേസ് നന്നായി മെൽറ്റ് ആവണം, ഇത്രയും നോക്കേണ്ട കാര്യമുള്ളൂ. 5 സോപ്പ്, 100 ഗ്രാമിൻ്റെ 5 സോപ്പ് ഇട്ടാൽ നമ്മൾ റബ്ബിങ് ആൽക്കഹോൾ. അപ്പോൾ അതാ കട പോകുന്നത് കടാ. ഇതാണ് റബ്ബിങ് ആൽക്കഹോൾ അടിച്ചു കൊടുക്കുക. ക്ലിയർ, നല്ല ക്ലിയർ ആയിട്ടുള്ള സോപ്പായി അവിടെ കടാ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കുക. ഇനിയൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മുകളിൽ നിന്ന് എടുത്ത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോളേ നമ്മുടെ സോപ്പൊക്കെ റെഡി ചെയ്തിട്ടാ. അതെ, നല്ല റെഡി. എല്ലാ സോപ്പുകളും നല്ല കട്ടിയുണ്ട്. നമുക്ക് നാളെ തൊട്ട് യൂസ് ചെയ്യാം കേട്ടോ ഗ്ലിസറിൻ സോപ്പിൻ്റെ. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ബേസ് ആണെങ്കിൽ ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. 1-2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഉണ്ടാക്കുന്ന ബേസ്. ഇതിപ്പോൾ നമ്മൾ മേടിക്കുന്ന ബേസ് അല്ല. ഇപ്പോൾ കണ്ടില്ല എല്ലാവരും, നല്ല ഭംഗിയില്ല കാണാൻ, നല്ല മഞ്ഞ. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ജോലിയില്ലാത്ത ആൾക്കാർക്കില്ലേ, വീട്ടിൽ ജോലിയില്ലാത്ത ആൾക്കാർക്കും ജോലിയുള്ള ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.